ഇന്നെൻ്റെ ഹംദാൻ മോൻ്റെ ഫസ്റ്റ് സ്കൂൾ ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. രാവിലത്തെ കോലാഹലങ്ങളൊന്നും ഇടാനുള്ളൊരു സമയമില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഫുഡ് ഉണ്ടാക്കൽ, കുളിച്ചു കൊടുക്കൽ, മാറ്റി കൊടുക്കൽ, ആ സമയത്ത് എനിക്കൊന്ന് വീഡിയോ എടുത്ത് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാനൊന്നും സമയമില്ല. ഒന്നിക്കൽ ആരെങ്കിലും അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തരണം, അതിനും ആരുമില്ല. ഫുഡ് ഉണ്ടാക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒറ്റയ്ക്ക് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ആ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. സ്കൂളിലാണെങ്കിൽ നല്ല അടിപൊളി പ്രവേശനോത്സവം തന്നെയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. കണ്ട മക്കളൊക്കെ മുത്തുക്കൊടിയും പിന്നെ പൂക്കളൊക്കെ പാത്രത്തിലൊക്കെ വെച്ച് ഇങ്ങനെ പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ അടിപൊളി നല്ലൊരു പ്രവേശനോത്സവം തന്നെ കഴിഞ്ഞ് എൻ്റെ ഹംദാനാണെങ്കിൽ ഇത്തിരി മടിയൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് പോകുന്നില്ല. അവനാണെങ്കിൽ അംഗൻവാടിയിലും പോയിട്ടുണ്ടായില്ല. അംഗൻവാടി പോകാനൊക്കെ എനിക്ക് ലോകം മടിയുണ്ടായിന്. 2 ദിവസം ഞാൻ അംഗൻവാടി കൊണ്ടാക്കിനി. രണ്ടാമത്തെ ദിവസം അവൻ ടീച്ചറെ കാണാണ്ട് വീട്ടിലേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും അതോ എനിക്ക് നടക്കൂല, അത് വേറെ കാര്യം. അങ്ങനെ ഇവിടെ സ്റ്റേജിൽ മറ്റു കുറച്ച് പ്രസംഗവും കാര്യങ്ങളും സ്കൂളിനെ കുറിച്ച് പറയലും അങ്ങനെയൊക്കെയായി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തളിപ്പറമ്പ് ചിന്മയ സ്കൂളിലാണ് എൻ്റെ മോൻ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ക്ലാസ്സിലോട്ട് പോകുന്നത്. ക്ലാസ്സിലോട്ട് പോയാലാണ് എൻ്റെ അമ്മോ അവിടെ ഒരു കാണേണ്ട കാഴ്ച. അതൊന്ന് കാണിച്ചേരേ. അവിടെ സ്റ്റേജിൻ്റെ മുന്നിലിരുന്നിട്ട് ഹംദൂനാണെങ്കിൽ ബോറടിച്ചു. അവനാണെങ്കിൽ ക്ലാസ്സിൽ പോകുന്നതിനിടയ്ക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരിക്കൽ വിചാരിച്ചു ഈ പ്രാർത്ഥനയും മറ്റും ഈ പ്രസംഗമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അവനെ പോലത്തെ വേറൊരു കുട്ടി ദാഹവും വിശപ്പും കാരണം വെള്ളങ്ങളൊക്കെ ഒരുപാട് കുടിക്കുന്നുണ്ടായിനെ. ഗ്ലാസ് തുറന്നിരുന്നതിനിടയ്ക്ക് ഹംദൂന് ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് വിശപ്പും ദാഹവും വെള്ളവും സ്നാക്സൊക്കെ ഓൻ തീർത്തിട്ടുണ്ടായിനെ. ഇവനെന്താ പറയുന്നത് വെച്ചാൽ എനക്ക് പഠിക്കണ്ട, എനക്ക് വീട്ടിലേക്ക് പോയാൽ മതി, ഞാൻ ക്ലാസ്സിൽ പോയില്ല എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അങ്ങനെ ഇവിടെ ടീച്ചേഴ്സിൻ്റെ ഒരു അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് കുട്ടികളെ വെൽക്കം ചെയ്തിട്ട് ജസ്റ്റ് അങ്ങനെ വീടും എൻ്റെ അമ്മൂൻ്റെ ക്ഷമേൻ്റെ നെല്ലിപ്പലയ്ക്ക് അങ്ങ് തീർന്ന് അവനങ്ങ് കരയാൻ തുടങ്ങി. ഇപ്പം എനിക്ക് വീട്ടിൽ പോകണം, ക്ലാസ്സിലൊന്നും പോകണം, ഞാൻ ഇനി സ്കൂളിലേക്ക് വരുന്നേ ഇല്ല, ഇപ്പം എനിക്ക് വീട്ടിൽ പോകണം എന്നിട്ട് അവൻ കരച്ചിലോട് കരച്ചിൽ. ഞാനന്ന് വിചാരിക്കുന്നത് പഠിച്ചോനെ LKG പിള്ളേരെയല്ലേ, ഇവരെന്തിനും ഇത്ര ലേറ്റാകുന്നത്, ഇവരൊക്കെ ഒന്ന് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കൂടെ. ഇവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് കാണുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എന്താ പറയണ്ടേ, ക്ലാസ്സിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ മക്കളെയും കൂട്ടി നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയെന്ന്. ക്ലാസ്സിലേക്കൊക്കെ അടിപൊളിയായിട്ട് എൻ്റെ അമ്മ നടന്ന് പോകുന്നുണ്ട്, കുടുങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ LKG B ആണ്, അതിൻ്റെ മുന്നിൽ തന്നെയുണ്ട് കളിക്കുന്ന സ്ഥലം. ഇവന് സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആണ് കേട്ടോ അത്. അങ്ങനെ സ്കൂളിൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയെന്ന്. ഇതാണ് അവൻ്റെ ക്ലാസ് മുറിയൊക്കെ കാണുമ്പോൾ തിരിച്ച് നടക്കുന്ന എനിക്ക് പോകണ്ടായിട്ട് ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് ഞാൻ അവനെ പിടിച്ച് ക്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ക്ലാസ്സിൽ പിന്നെ എന്താ പറയണ്ടേ, അവിടുത്തെ ചെയറും ഡെസ്കൊക്കെ കണ്ടപ്പോൾ കുറച്ചൊക്കെ ഒരു ഇഷ്ടമായി. അവിടെ പോയി ഇരുന്നിട്ടൊക്കെ ഉണ്ട്. കൂടുതൽ കുട്ടികളൊന്നും ക്ലാസ്സിലേക്ക് വന്നില്ല. ഇവൻ മൊത്തത്തിൽ ക്ലാസ് ഒന്ന് നോക്കുന്നുണ്ട്, എന്തോ പരിധി നടക്കുന്നത്. എന്താ നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങ് പോവുകയെന്നേ. അങ്ങനെ ഓരോരുത്തരായിട്ട് ക്ലാസ്സിലോട്ട് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായി ക്ലാസ്സിലേക്ക് വരുന്ന കണ്ടപ്പോൾ ഇവൻ തോന്നി ഇപ്പം ടീച്ചറും വരും, ഇനി എന്നോട് ഇട്ടിട്ട് തന്നെ ബാക്കിക്കാർ ഉമ്മ പൊങ്ങും. അങ്ങനെ ഇവൻ എന്നെ പുറത്തേക്ക് വലിക്കുന്നു, ഞാൻ ഇവൻ ഉള്ളിലേക്ക് വലിക്കുന്നു, എന്നെ പുറത്തേക്ക് വലിക്കുന്നു, ഞാൻ ഉള്ളിലേക്ക് വലിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പവലി മത്സരം പോലെ ഒരു സംഭവം അങ്ങ് നടന്ന് പിന്നെ എന്നെയും പിടിച്ച് വരി കരച്ചിലങ്ങ് ഓൺ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അടുത്തത് ഓൻ്റെ ടീച്ചർ എൻട്രി ആയി. ടീച്ചർ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ല നടന്ന് വരുന്നത്. അങ്ങനെ ടീച്ചർ ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും ഇവരുടെ കുട്ടികളെ കലാപരിപാടികൾ സ്റ്റാർട്ടായിരിക്കുന്നു. ഫസ്റ്റിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഹംദാൻ നൗഫൽ TV. അതായത് എൻ്റെ മോൻ തന്നെ ഓനങ്ങ് കരയാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് മറ്റു മക്കളും കരയാതെ മര്യാദയ്ക്ക് ഇരുന്ന മക്കൾ പോലും കരയാൻ വേണ്ടി തുടങ്ങി. ഇവനങ്ങ് തുടങ്ങിക്കൊടുത്ത്. അല്ലാണ്ട് നന്നായിരുന്ന മക്കളായിരുന്നു ഇവൻ കരയിപ്പിച്ച്. അവിടുന്ന് വേറെ ടീച്ചേഴ്സൊക്കെ വന്ന് കുട്ടികളൊക്കെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കരയുന്ന കുട്ടികളൊക്കെ അവരെടുത്ത് നടക്കുന്നുണ്ട്. ഏതായാലും സ്കൂൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ ഒരുവിധം അവനെ അതിൻ്റെ ഉള്ളിലേക്കാക്കി മെല്ലെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. അതിലിടയ്ക്ക് ഇടയ്ക്ക് ജനലിലോട്ട് എത്തി നോക്കുമ്പോൾ എന്തായി അവസ്ഥ നോക്കുമ്പോൾ അൽഹംദുലില്ലാ സെറ്റായിന്. അവിടെ ഇരുന്നിട്ടുണ്ട്. നേരത്തെ കരഞ്ഞതിൻ്റെ ബാക്കി ഒരു ട്യൂണിട്ടുണ്ട്, നമ്മൾ എക്കിളിടുന്ന അങ്ങനെ എക്കിളിട്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സമാധാനമായി. ഏതായാലും കരച്ചിലൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ വിചാരിച്ച് ഉച്ചയ്ക്ക് അവൻ്റെ സ്കൂൾ വിടുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു.
ഇവിടെ ഇതാ എന്നെപ്പോലെ എല്ലാ പേരൻസും മക്കളെ ഒന്നിച്ച് കൂട്ടി പോകാന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ സ്കൂള് വിടേണ്ട ഒരു ടൈമായാലും അവൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പുള്ളി ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. അത് കാരണം തന്നെ ഒരു സമാധാനമായി. ഞാനിങ്ങനെ ജനലിലോട്ട് നോക്കുന്നതൊന്നും കാണുന്നില്ല. കണ്ടാൽ പിന്നെ ഉമ്മാ ഞാനും വരുന്നു എൻ്റെ ഒരേറ്റ കരച്ചിലായിരിക്കും. അങ്ങനെ സ്കൂൾ വിട്ട് കുട്ടികളെ ഓരോരുത്തരെയായിട്ട് അവരവർ പേരൻസിൻ്റെ കൂടെ അയക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ പോയി നോക്കുമ്പോൾ ഇവനവിടെ നിൽക്കുന്നുണ്ട്. ഇവന് പിന്നെ എന്നെ കണ്ടിട്ട് എൻ്റെ കൂടെ വരേണ്ട ഒരു പ്ലാനൊന്നും കാണുന്നില്ല. ഇവൻ ലൈനായിട്ട് വരാമെന്നുള്ള ലെവലിൽ എന്താണെന്നല്ല. മറ്റേ ഞാൻ വിചാരിച്ച എന്നെ കണ്ട ഉടനെ വാ പോരാന്നിട്ട് വരും. ഇതിപ്പം ഞാൻ ഹംദാന്ന് വിളിച്ചിട്ട് വരും, അവനൊരു മൈൻഡില്ല. ഒരു ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. നല്ല ബലൂണും പെൻസിലൊക്കെ കിട്ടിയോണ്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. എനിക്കതൊക്കെ കാണിച്ചു തന്ന്. അത് നടന്നു പോകുന്നതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു, ഉമ്മ എനിക്കൊന്ന് ഇവിടുന്ന് കളിക്കണം. ഞാൻ വിചാരിച്ചു പാവം കരഞ്ഞതല്ലേ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം അവൻ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കിയേ. ഓൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഭയങ്കര ആക്റ്റീവായിട്ടാണ് പുള്ളി പോകുന്നത്. ആരും അടിക്കാൻ പോകുന്നില്ല. ഇവിടെ ടാറ്റയൊക്കെ പറഞ്ഞ് സെറ്റപ്പായിട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്കൂട്ടർ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് വിടുന്നതിലിടയ്ക്ക് ഇവൻ പറഞ്ഞ എന്നോട് എനിക്ക് തിന്നാൻ ഐസ്ക്രീം വേണം. അപ്പോൾ ഇന്ന് പാവല്ലേ വിചാരിച്ച് എനിക്കറിയാം എന്ത് പറഞ്ഞാലും നടക്കുന്നു. അങ്ങനെ കുറച്ച് ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പിന്നെ ഇവനക്ക് ബ്ലാക്ക് ചെരുപ്പ് വേണം, അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.